നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ഇറാൻ അമേരിക്ക ചർച്ച നാളെ വീണ്ടും നടക്കും ജനീവയിൽ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് പോവുകയാണ്. ഈ യുദ്ധത്തിൻ്റെയൊക്കെ ഒരു ഭീതി ഇടയിലാണ് ഇസ്രായേൽ സന്ദർശനം മോദിയുടെ എന്നത് ശ്രദ്ധേയമാണ്. ഇതടക്കം നിരവധി വാർത്തകൾ പ്രേക്ഷകർക്കായി ഉണ്ട്. ആദ്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളിലേക്ക് പോകാം. പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താനുള്ള ധാരണാപത്രം ഒപ്പിടും. ഇസ്രായേൽ പാർലമെന്റിൽ മോദി സംസാരിക്കും. മോദിയുടെ സന്ദർശനം അമേരിക്ക ഇറാൻ യുദ്ധഭീതി നിലനിൽക്കുന്നതിനിടെ. യുദ്ധഭീതിക്കിടെ ഇറാൻ അമേരിക്ക നിർണായക ചർച്ച നാളെ ജനീവയിൽ. നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകിയാൽ കരാർ കയ്യെത്തും ദൂരത്തുനിന്ന് ഇറാൻ. റെഡ് ലൈനുകളിൽ വിട്ടുവീഴ്ചയില്ലെന്ന കർശന നിലപാടിൽ ട്രംപ്. യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും താവളങ്ങളിലേക്ക് US 150-ലധികം സൈനിക വിമാനങ്ങൾ വിന്യസിച്ചു. ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഭരണകൂടത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭം ക്രൂരമായി അടിച്ചമർത്തിയതായി റിപ്പോർട്ടുകൾ. 1.5 മാസത്തിനുള്ളിൽ 1,00,000-ഓളം പേർ കൊല്ലപ്പെട്ടതായി റോയിട്ടേഴ്സ്. ഭരണകൂടത്തിനെതിരെയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ തുടരുന്നു. T20 ലോകകപ്പിൽ കണക്കിലെ കളികളിൽ ഭാഗ്യം തേടി ഇന്ത്യ. നെറ്റ് റൺ റേറ്റ് നിർണായകമാകും. ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് പോരാട്ടത്തിന്റെ ഫലവും നിർണായകം. തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ. ശശികല പാർട്ടി പ്രഖ്യാപിച്ചു. പേര് പിന്നീട് NDAയുമായി അടുക്കാൻ നീക്കം. പശ്ചിമബംഗാളിന്റെ പേര് ബംഗ്ല എന്നാക്കണമെന്ന ആവശ്യം വീണ്ടും ഉയർത്തി മുഖ്യമന്ത്രി മമതാ ബാനർജി. ആവശ്യം കേന്ദ്രം അംഗീകരിക്കാത്തത് ബംഗാൾ വിരോധം കൊണ്ടെന്ന് ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പേരുമാറ്റം രാഷ്ട്രീയ ആയുധമാക്കി മമത. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം തീർക്കാൻ നിർണായക നീക്കവുമായി സർക്കാർ. നാളെ വകുപ്പുകൾ തമ്മിൽ ഉന്നതതല ചർച്ച. ഡോക്ടർമാരുടെ സമരം 10ാം ദിവസത്തിലേക്ക്. വിവാദിത്രം കേരള സ്റ്റോറി 2 ഹൈക്കോടതി ഇന്ന് നേരിട്ട് കാണും. ചിത്രത്തിനെതിരായ പരാതി പരിശോധിക്കാൻ കോടതി. എറണാകുളം വൈറ്റിലയിൽ സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ്. കൊലപാതക കാരണം പ്രതി ഷാജിയും കൊല്ലപ്പെട്ട സുധാ ബേബിയും തമ്മിലുള്ള തർക്കബന്ധമൊഴി. കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. യുവതിയുടെ ആൺ സുഹൃത്തിനെയും കുടുംബത്തെയും ചോദ്യം ചെയ്യും. കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷനും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇസ്രായേൽ നയതന്ത്രത്തിൽ ഒരുങ്ങുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം വല്ലാതെയുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിൽ ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം. അതിന് കാർമ്മികത്വം വഹിക്കുന്നത് അമേരിക്കൻ തന്ത്രങ്ങൾക്ക് പിന്നിൽ ഇസ്രായേലാണ് എന്നുള്ള സൂചനകളൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തു വരുന്നുണ്ട്. ഈ അമേരിക്ക 1-2 തവണ ഇറാനെ ആക്രമിക്കാൻ പോയപ്പോഴും ഇസ്രായേലാണ് തൽക്കാലം ആക്രമിക്കേണ്ട എന്ന് പറഞ്ഞത് എന്നാണ് അത്തരത്തിൽ വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. ഇതിനിടയിലാണ് നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നത്. അത് വളരെ പ്രധാനമാണ്. പ്രതിരോധം, സുരക്ഷ, തൊഴിൽ, വാണിജ്യം, AI സാങ്കേതികവിദ്യ, കൃഷി തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താനുള്ള ധാരണാപത്രം ഒപ്പിടും. പ്രതിരോധ രംഗത്ത് കൂടുതൽ സഹകരണത്തിനുള്ള തീരുമാനമുണ്ടാകും. വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട്. അല്പസമയത്തിനകം മോദി ഇസ്രായേലിലേക്ക് പുറപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്രായേൽ സേനയുടെ കരുത്തായ അയൺ ഡോം വാങ്ങുന്നതിനുള്ള പദ്ധതിയാണ് ഏറ്റവും പ്രധാനം. അതും ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തത്തിലൂടെ കൈവരിച്ച സുപ്രധാന പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്യുകയും ചെയ്യും. കൂടാതെ ശാസ്ത്ര സാങ്കേതികവിദ്യ, നവീകരണം തുടങ്ങിയ മേഖലകളിലും കൂടുതൽ സഹകരണം ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, നല്ല ബന്ധത്തിലുള്ള 2 രാജ്യങ്ങളാണ്. നമുക്കറിയാം, പല സാങ്കേതിക വിദ്യകളും ഇസ്രായേൽ പലപ്പോഴും ഇന്ത്യക്കും പകർന്നുവെന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ പുതിയ ലോകക്രമത്തിൽ, പുതിയ സാഹചര്യത്തിലുള്ള ഈ സന്ദർശനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഏതൊക്കെ മേഖലകളിൽ നമുക്ക് ഈ സന്ദർശനത്തിലൂടെ പ്രയോജനം പ്രതീക്ഷിക്കണം? രഞ്ജിത്ത്, 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഇസ്രയേലിലേക്ക് പുറപ്പെടും. ടെൽ അവീവ് എയർപോർട്ടിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അദ്ദേഹത്തെ സ്വീകരിക്കും.
2017 ജൂലൈയിലാണ് ഇതിനു മുൻപ് മോഡി ഇസ്രയേലിൽ എത്തിയത്. ഇത് രണ്ടാം സന്ദർശനമാണ്. പ്രത്യേകിച്ച് ഈ സാഹചര്യം സമീപകാലത്ത് ഉണ്ടായ ആനുകാലിക ലോകക്രമത്തിലുണ്ടായ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സന്ദർശനം ഏറ്റവും ശ്രദ്ധേയം ആകുന്നത്. കാരണം യുദ്ധഭീതി നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരോട് മടങ്ങാൻ ഇന്ത്യ നിർദ്ദേശം നൽകിയിരുന്നു. ആ സാഹചര്യത്തിലൊക്കെ ഈ കൂടിക്കാഴ്ച, ഈ സന്ദർശനം ഏറെ നിർണായകമായാണ് മറ്റ് ലോകരാഷ്ട്രങ്ങളും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളൊക്കെ കാണുന്നത്. ഇന്ന് ഇസ്രായേൽ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഇന്ന് രാത്രിയാണ് ഇസ്രായേൽ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നത്. നേരത്തെ ബെന്യാമിൻ നെതന്യാഹുവിനോടുള്ള പ്രതിഷേധ സൂചകമായി ഇന്ന് ഈ പ്രധാനമന്ത്രി സെനറ്റിൽ സംസാരിക്കുമ്പോൾ അത് ബഹിഷ്കരിക്കും എന്ന ഇസ്രായേലിൻ്റെ പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ജെറുസലേം ഇരു നേതാക്കളും ഒരുമിച്ച് സന്ദർശിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന അത്താഴ വിരുന്നിലും പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്യും. മാത്രമല്ല, നാളെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന നിർണായകമായ ഉഭയകക്ഷി ചർച്ചകൾ. പ്രത്യേകിച്ച് വിവിധ മേഖലകളിൽ ഇന്ത്യയും ഇസ്രയേലും സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായുള്ള ധാരണാപത്രങ്ങളിൽ ഒപ്പിടും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രതിരോധം, വാണിജ്യം, അതോടൊപ്പം തന്നെ AI സാങ്കേതികവിദ്യ, കൃഷി അടക്കമുള്ള മേഖലകളിലേക്കും ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ കൂടുതൽ സഹകരണം മെച്ചപ്പെടുത്താനുള്ള ചർച്ചകൾ നടക്കുക. നേരത്തെ തന്നെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയും അതോടൊപ്പം തന്നെ വകുപ്പ് തല ഉന്നത ഉദ്യോഗസ്ഥരും ഇസ്രയേൽ സന്ദർശിച്ച് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകളുടെ ഒരു അന്തിമ രൂപത്തിലേക്കുള്ള കാര്യങ്ങളാകും നാളെ നടക്കുക. എന്തായാലും നാളത്തെ ഉഭയകക്ഷി ചർച്ചയിൽ ഏറ്റവും നിർണായകമായി ഉറ്റുനോക്കുന്നത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള സഹകരണം തന്നെയാണ്. പ്രത്യേകിച്ച് വ്യോമ പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് മറ്റ് ലോകരാഷ്ട്രങ്ങളും ഉറ്റുനോക്കുന്നു. കാരണം വ്യോമ പ്രതിരോധ മേഖലയിൽ കൂടുതൽ ശ്രദ്ധയുന്നതിൻ്റെ പ്രാധാന്യം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ തിരിച്ചറിഞ്ഞിരുന്നു. ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ ശേഷി അത് ലോക ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് അയൺ ഡോം, അതോടൊപ്പം തന്നെ ആരോ, ഡേവിഡ് സ്ലിംഗ് അടക്കം ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത് ലോക പ്രശസ്തമാണ്. ആ സാങ്കേതിക വിദ്യയിലടക്കം ഇന്ത്യയുമായുള്ള സഹകരണം എത്രമാത്രം ഉണ്ടാകും എന്നതാണ് ഈ ചർച്ചയിലൂടെ ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താവ്, പ്രത്യേകിച്ച് ആയുധ കയറ്റുമതിയിലടക്കം ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താവ് ഇന്ത്യയാണ്. ആ സാഹചര്യത്തിൽ കൂടി ഈ ചർച്ച ഏറെ നിർണായകമാണ് എന്നതാണ് ശ്രദ്ധേയം. 2020-നും 2024-നും ഇടയിൽ ഇസ്രയേലിൻ്റെ മൊത്തം ആയുധ കയറ്റുമതിയുടെ ഏകദേശം 34% ഇന്ത്യക്കായിരുന്നു. അതും ഏറെ ശ്രദ്ധേയമാണ് ഈ പശ്ചാത്തലത്തിൽ. മാത്രമല്ല, വ്യാപാര മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ച ഏതൊക്കെ കാര്യങ്ങളിൽ നടക്കും എന്ന് ഉറ്റുനോക്കുന്നു. ധാരണാപത്രം ഏതൊക്കെ മേഖലകളിൽ ഒപ്പിടും എന്നും ഉറ്റുനോക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഏതാണ്ട് $3.75 ബില്യൺ എത്തിയിരുന്നു. വജ്രങ്ങൾ, അതോടൊപ്പം തന്നെ പെട്രോളിയം, രാസവസ്തുക്കൾ എന്നിവയിലുള്ള സഹകരണമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അത് ഇലക്ട്രോണിക്സ്, ഹൈടെക് ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നീ മേഖലയിലേക്ക് കൂടി വിപുലമാക്കുന്നതിനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ ഇസ്രയേൽ സന്ദർശനത്തിന് മുൻപ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ചില നിർണായകമായ സൂചനകൾ നൽകിയിരുന്നു. അതൊരു ഹെക്സഗണൽ അലയൻസ് സംബന്ധിച്ച സൂചനകളാണ് നൽകിയത്. പ്രത്യേകിച്ച് തീവ്ര സുന്നി ഷിയ രാഷ്ട്രങ്ങൾ നിലവിൽ ഉയർത്തുന്ന പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളെ നേരിടാൻ ഇന്ത്യയും അതോടൊപ്പം തന്നെ ചില അറബ്, ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവയുമായി ചേർന്ന് ഒരു ഹെക്സഗണൽ അലയൻസ് ഉണ്ടാക്കുക. ആ അലയൻസ് സംബന്ധിച്ച പ്രഖ്യാപനവും ഒരുപക്ഷെ ഈ 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം നടത്തുന്ന ഇരു നേതാക്കളും സംയുക്തമായി നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പ്രതിരോധം, വ്യാപാരം, അതോടൊപ്പം തന്നെ സമകാലിക ലോക സാഹചര്യത്തിൽ പുതിയ സഖ്യ സാധ്യതകൾ അടക്കമുള്ള കാര്യങ്ങളിൽ മോദിയുടെ ഇസ്രായേൽ സന്ദർശനം ഏറ്റവും പ്രധാനമാണ്. അതുതന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നതും. തീർച്ചയായും നമുക്ക് ഏറ്റവും പ്രധാനം, നമുക്കറിയാം അയൺ ഡോമിൻ്റെയൊക്കെ പ്രാധാന്യം ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ ഒരു രാജ്യം, സാങ്കേതികമായി ഏറ്റവും മികച്ചു നിൽക്കുന്ന ടെക്നോളജി എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഈ പലപ്പോഴും പലസ്തീൻ ആക്രമണത്തെ, വിദേശ രാജ്യങ്ങളുടെ ആക്രമണത്തെ, 4 ചുറ്റും ശത്രുക്കളുള്ള ഒരു രാജ്യം, ആ ആക്രമണങ്ങളൊക്കെ പ്രതിരോധിക്കുന്ന അയൺ ഡോം സംവിധാനം, അതിൻ്റെ പ്രായോഗികത പലതവണ ലോകത്തിന് മുന്നിൽ തെളിയിച്ച ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. നമുക്കറിയാം അത് നമുക്ക് ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മളും ആഭ്യന്തരമായി മാത്രമല്ല ചുറ്റുപാടും ശത്രുക്കളുള്ള ഒരു രാജ്യമാണ്. അയൺ ഡോം വരുന്നതുകൂടി അത് ഏറെ നിർണായകമായ ഒന്നാകും നമ്മുടെ സുരക്ഷിതത്വത്തിലെന്ന് വേണം കരുതാൻ. ഇപ്പോൾ പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് യാത്ര തിരിക്കുന്ന തൊട്ട് മുൻപ് ഉള്ള ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്.
ഏതായാലും ഏറെ പ്രാധാന്യമുള്ള ഒരു സന്ദർശനത്തിനായി പ്രധാനമന്ത്രി പുറപ്പെടുന്ന കാഴ്ചകൾ പ്രേക്ഷകർക്ക് കാണാം. പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് പുറപ്പെടുന്നു. പല ലോകരാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട് നരേന്ദ്രമോദി എങ്കിൽ പോലും ഇസ്രായേൽ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് പുതിയ ലോകക്രമത്തിൽ എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രധാനമന്ത്രി ഇപ്പോൾ ഇസ്രായേലിലേക്ക് തിരിക്കുകയാണ്. അതിനു മുൻപ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നു, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏറെ നിർണായകമായ ഒരു സന്ദർശനം എന്നുള്ളതാണ് പ്രധാനം. കാർത്തിക്, തുടരാം. ഈ അയൺ ഡോമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് നമുക്ക് പ്രധാനമാണ്. നമുക്കറിയാം ഒരുപാട് ശത്രുക്കൾ ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. ശത്രുക്കളെയൊക്കെ ഫലപ്രദമായി നേരിടാൻ നമുക്ക് നിരവധി സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ അയൺ ഡോം പോലെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംവിധാനം കൂടി വരുമ്പോൾ സ്വാഭാവികമാണ് അത് ഇന്ത്യക്ക് ചെറിയ പ്രയോജനമായിരിക്കില്ല നൽകുക. തീർച്ചയായിട്ടും രഞ്ജിത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ അത്തരത്തിൽ ചില കാര്യങ്ങളിൽ സമാനമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ആക്രമണങ്ങൾ, അതോടൊപ്പം തന്നെ ഇറാൻ ഇത്തരത്തിൽ ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ പല ഘട്ടത്തിലും നടത്തുന്നു. അത്തരത്തിൽ സമീപ രാജ്യങ്ങളിൽ നിന്ന് വെല്ലുവിളി നേരിടുന്ന കാര്യത്തിൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ഏതാണ്ട് സമാനമായ ചില സാഹചര്യങ്ങൾ ഉണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ചർച്ച എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ വ്യോമ പ്രതിരോധ മേഖലയിലാണ് ഇസ്രയേലിൻ്റെ പ്രതിരോധ മേഖലയിലുള്ള സാങ്കേതികവിദ്യ ഏറ്റവും ശ്രദ്ധേയമായി ലോകത്ത് അറിയപ്പെടുന്നത്. അതിൽ ദീർഘദൂര മിസൈലുകൾ അവ തടയാനുള്ള ആരോ സംവിധാനം, അതോടൊപ്പം തന്നെ ഹെർസോദൂര മിസൈലുകൾ ഒക്കെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഡേവിഡ് സ്ലിംഗ്, ഇതൊക്കെ ഇസ്രയേലിൻ്റെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സാങ്കേതിക സംവിധാനങ്ങളാണ്. ഈ സംവിധാനങ്ങളൊക്കെ ഇന്ത്യക്കും പ്രത്യേകിച്ച് പുതിയ സാഹചര്യങ്ങളിൽ ഏറെ ആവശ്യമായ കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഒരു നിർണായക ഓപ്പറേഷനിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. S-400 അടക്കമുള്ളവയുടെ ശേഷി ഇന്ത്യ അന്ന് തെളിയിച്ചതുമാണ്. പ്രത്യേകിച്ച് വരും കാല സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇത്തരം സമാനമായ ഒരു സാഹചര്യങ്ങൾ വരും കാലങ്ങളിലും ഉണ്ടായാൽ അതിനെ നേരിടാൻ വ്യോമ പ്രതിരോധ രംഗത്ത് കൂടുതൽ കരുത്താർജിക്കേണ്ടത് അനിവാര്യമാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ അയൺ ഡോമ, ഡേവിഡ് സ്ലിംഗ്, അതോടൊപ്പം തന്നെ ആരോ അടക്കമുള്ള ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലടക്കം കൂടുതൽ ചർച്ചകളും ഈ രംഗത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പുത്തൻ ആയുധങ്ങൾ ഇന്ത്യക്ക് നേടുന്നതുമായി ബന്ധപ്പെട്ട കരാറുകളിലടക്കം ഏർപ്പെടുത്തുന്നതിൽ ഈ സന്ദർശനം നിർണായകമാകുന്നതും. തീർച്ചയായും കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കറിയാം 2017 നരേന്ദ്രമോദി ആദ്യമായി ഇസ്രായേലിലെത്തിയത്. 9 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി വീണ്ടും ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ അതിൽ തിരഞ്ഞെടുത്ത സമയവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ത്യക്കാരോട് US ആക്രമണത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇറാനിൽ നിന്ന് മടങ്ങണം എന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയതിന് തൊട്ട് പിന്നാലെയാണ് ഈ ഒരു സന്ദർശനം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് നിർണായകമായ ചില കരാറുകളിലേക്ക് കാര്യങ്ങൾ കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത ഇറാൻ അമേരിക്ക ചർച്ചകൾ സംബന്ധിച്ചാണ്. നിർണായക ചർച്ച നാളെ ജനീവയിൽ ചേരും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകിയാൽ കരാർ കയ്യെത്തും ദൂരത്തെന്നാണ് ചർച്ച നടക്കാനിരിക്കെ ഇറാന്റെ പ്രതികരണം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ന്യായവും നീതിയുക്തവുമായ ഒരു കരാറിലെത്താനുള്ള നിശ്ചയദാർഢ്യത്തിനാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ട്വീറ്റ് ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഭിന്നതകളൊക്കെ തുടരുന്നതിനിടെ യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും ഒക്കെ താവളങ്ങളിലേക്ക് US സൈനിക വിന്യാസങ്ങൾ നടത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ചർച്ച എന്നത് മനസ്സിലാക്കണം. 2 പതിറ്റാണ്ടിലേറെയായി മേഖലയിലെ ഏറ്റവും വലിയ US സേന നീക്കങ്ങളിലൊന്നായി പല കാര്യങ്ങളും ഇപ്പോൾ നയതന്ത്ര വിദഗ്ധർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു അനുനയ വഴി എന്ന് വേണമെങ്കിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് കയ്യെത്തും ദൂരത്താണ് അനുനയം എന്നൊക്കെ പറയുമ്പോൾ ചില വിട്ടുവീഴ്ചകളിലേക്ക് ഇറാൻ എത്തിയേക്കാം എന്നുള്ള സൂചനകൾ കൂടി വരുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെയാണോ കാർത്തിക് മനസ്സിലാക്കേണ്ടത്? ആക്രമണമുണ്ടായാൽ അതിഭീകരമായ രീതിയിൽ തിരിച്ചടിക്കും എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. ഇതിനിടയിലാണ് ചർച്ച. എങ്ങനെയാകും കാര്യങ്ങൾ? രഞ്ജിത്ത്, ഒരു ആണവ കരാറിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതാണ് ഏറ്റവും നിർണായകം. 2 റൗണ്ട് ചർച്ചകളാണ് ഇതുവരെ ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തിയത്. ഫെബ്രുവരി 6 ഒമാനിൽ, അതോടൊപ്പം തന്നെ ഫെബ്രുവരി 17
ജനീവയിൽ. നാളെ മൂന്നാം ഘട്ട ചർച്ച ജനീവയിൽ നടക്കുകയാണ്. ഈ ജനീവയിൽ നടക്കുന്ന ചർച്ചകളിൽ ഇറാൻ എന്ത് ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ബദൽ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രൂപരേഖ ഇറാൻ നേരത്തെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. നേരത്തെ അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഇത്തരത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും അവസാനിപ്പിക്കണം, അതോടൊപ്പം തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് ഇറാന് പുറത്തേക്ക് കൊണ്ടുപോകണം, മാത്രമല്ല മിസൈൽ പദ്ധതികളിലടക്കം നിയന്ത്രണം കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ചർച്ചകളിൽ വേണം. ഇതാണ് അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങളോട് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ബദൽ നിർദ്ദേശങ്ങൾ എന്താവും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്പരം പ്രകോപനപരമായ ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് എങ്കിൽ പുതിയ സാഹചര്യത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ട്വീറ്റ് ഏറെ ശ്രദ്ധേയമാണ്. നയതന്ത്ര വഴിയെങ്കിൽ കരാർ സാധ്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത്. നീതിയുക്തവും ആയ ഒരു കരാറിലേക്ക് എത്താൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഒപ്പം ആണവായുധത്തിന് വികസിപ്പിക്കുക ഇല്ല എന്നൊരു വരി കൂടി അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ ഉണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അതായത് ആ അർത്ഥത്തിൽ ചില വിട്ടുവീഴ്ചകൾക്ക് ഇറാൻ തയ്യാറായിരിക്കുന്നു എന്ന സൂചനകളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. കയ്യെത്തും ദൂരത്താണ് കരാർ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതായത് നാളെ നടക്കുന്ന ചർച്ചകളിൽ ഒരു വഴിത്തിരിവുണ്ടാകും. ഇതുവരെ നടന്ന രണ്ട് ഘട്ട ചർച്ചകൾ പോലെ ആകില്ല. ചില പോസിറ്റീവായ സാഹചര്യങ്ങൾ നാളെ ഉരുത്തിരിയും എന്ന സൂചന നൽകുന്നതാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ. പക്ഷേ അപ്പോഴും നാളെ നടക്കുന്ന ചർച്ചകളിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ബദൽ നിർദ്ദേശങ്ങൾ അമേരിക്ക എത്രത്തോളം അംഗീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇക്കാര്യത്തിൽ തുടർന്നുള്ള അമേരിക്കയുടെ സമീപനം. സ്വാഭാവികമായും യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കില്ല. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരുപക്ഷെ അമേരിക്ക തയ്യാറായേക്കും. മാത്രമല്ല 3 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ചില മാറ്റങ്ങൾ, അതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥ എന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിനോടുള്ള അമേരിക്കയുടെ നിലപാട് എന്താകും? അതനുസരിച്ചിരിക്കും മറ്റു കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇറാന് മേൽ ഇപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങൾ, ആ ഉപരോധങ്ങളാണ് ഇറാനിൽ ഇപ്പോൾ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അവിടുത്തെ പണപ്പെരുപ്പം, അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ടെഹ്റാനിൽ ഉരുത്തിരിഞ്ഞ പ്രതിഷേധങ്ങളടക്കം. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ടെഹ്റാനിലും മഷാദിലുമൊക്കെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ശക്തമായ പ്രക്ഷോഭത്തിലാണ്. അവർ ഈ ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളാണ് വീണ്ടും സജീവമാകുന്നത്. ആദ്യഘട്ടത്തിൽ ഉണ്ടായ പ്രതിഷേധങ്ങൾ, പ്രത്യേകിച്ച് ജനുവരി 7-8 തീയതികളിൽ വലിയ തോതിൽ ഈ പ്രതിഷേധത്തെ അടിച്ചമർത്തിയിരുന്നു ഇറാൻ ഭരണകൂടം. ഏതാണ്ട് 3000-ലധികം പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ആ സാഹചര്യം കൂടിയുണ്ട്. അതായത് ആഭ്യന്തര കലഹങ്ങൾ ഇറാനെ വല്ലാതെ വലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അമേരിക്ക തയ്യാറാകും എന്നതും നിർണായകമാണ്. ഇറാൻ അത്തരമൊരു ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വച്ചിരുന്നു. ഇത്തരത്തിൽ സാങ്ഷനുകൾ ലിഫ്റ്റ് ചെയ്താൽ, അതായത് ഇറാന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങളിലടക്കം നിർണായകമായ വിട്ടുവീഴ്ചകൾക്ക് അമേരിക്ക തയ്യാറായാൽ ആണവ കാര്യങ്ങളിലും ചില നേരത്തെ നിശ്ചയിച്ചിരുന്ന കടുത്ത നിലപാടുകളിൽ നിന്ന് ഒരുപക്ഷെ ഇറാൻ പിന്നോട്ട് പോയിക്കും. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയുടേതായി പുറത്തു വന്ന ട്വീറ്റ് പ്രതീക്ഷ നൽകുന്നതാണ്. നീതിയുക്തമായ ഒരു കരാറിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതകൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. സ്വാഭാവികമായും ഒരു കയ്യെത്തും ദൂരത്ത് കരാറുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ചില അനുകൂലമായ സാഹചര്യങ്ങൾ ഉരുത്തിരിയുന്നു എന്ന് വേണം അതിൽ നിന്നും വായിച്ചെടുക്കാൻ. പക്ഷേ അമേരിക്ക അവരുടെ സൈനിക വിന്യാസം ശക്തമാക്കി തന്നെ തുടരുകയാണ്. CIA കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. പേർഷ്യൻ ഭാഷയിലായിരുന്നു ഈ വീഡിയോ. അതായത് ആഭ്യന്തര സംഘർഷങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വീഡിയോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ഇറാൻ പൗരന്മാർക്കോ മറ്റുള്ളവർക്കോ CIA എങ്ങനെ അറിയിക്കാം എന്നതിന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ്. ഈ വീഡിയോ ഇപ്പോൾ വലിയ തോതിൽ പ്രചരിക്കുന്നുമുണ്ട്. എന്തായാലും ഒരു വശത്ത് യുദ്ധസന്നാഹങ്ങൾ സജീവമായി തുടരുന്നു, മറുവശത്ത് നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. നയതന്ത്രമാണ് വഴിയെങ്കിൽ കരാറിനുള്ള സാധ്യത തെളിയും എന്ന സൂചനയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി നൽകുന്നത്. അത് ഒരു അനുനയത്തിന് വഴി തുറക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ലോകത്തിന് നൽകുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഒരു അനുനയ നീക്കങ്ങൾ സജീവമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ പശ്ചിമേഷ്യയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും. അമേരിക്ക രണ്ടും കൽപ്പിച്ചാണ്. അവിടെയാണ് ഇറാൻ ഒന്ന് അനുനയത്തിലേക്ക് വരുന്നു എന്നുള്ള സൂചനകൾ കൂടി പുറത്തുവിടുന്നത്. VR കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്.
ഇറാനുമായി ബന്ധപ്പെട്ട മറ്റൊരു വലിയ വാർത്ത പുറത്തു വരുന്നത് അത് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അയത്തുള്ള ഖമേനിയുടെ ചിത്രമൊക്കെ കത്തിച്ച് സിഗരറ്റ് പുകവലിക്കുന്ന സ്ത്രീകളെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. വലിയ പ്രക്ഷോഭകാരികൾ, വിദ്യാർത്ഥികളും കഴിഞ്ഞ കുറേ ദിവസങ്ങളെ പ്രക്ഷോഭത്തിലാണ്. പക്ഷേ ഈ പ്രക്ഷോഭങ്ങളെ വളരെ ക്രൂരമായി അടിച്ചമർത്തുന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 1.5 മാസത്തിനുള്ളിൽ 1,00,000-ഓളം പേർ കൊല്ലപ്പെട്ടു ഇറാനിൽ എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, ഇറാനെ പോലെ ഒരു രാജ്യം പല കാര്യങ്ങളും പുറത്തേക്ക് അറിയാൻ പറ്റാത്ത പശ്ചാത്തലമുണ്ട്. മാധ്യമങ്ങൾക്ക് വിലക്കുണ്ട്, വാർത്തകൾ പുറത്തേക്ക് വരാത്ത പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെയാണ് ശവങ്ങൾ കൂന കൂട്ടി സംസ്കരിച്ചതായി അടക്കമുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. 90,000-ഓളം പേർ 1 മാസത്തിനുള്ളിൽ അവിടെ മരിച്ചു വീണുമെന്ന് മറ്റു ചില ഏജൻസികൾ മുന്നോട്ട് വെക്കുന്ന പശ്ചാത്തലമുണ്ട്. മറ്റൊന്ന് പുറത്തു വരുന്നത് ഈ ഖമേനിയുടെ ചിത്രങ്ങൾ ചുരുട്ടി സിഗരറ്റ് വലിച്ച സ്ത്രീകളെല്ലാം കൊല്ലപ്പെട്ട് കഴിഞ്ഞുവെന്നോ അല്ലെങ്കിൽ തടവിലാക്കി വിരലുകൾ വെട്ടിയെന്നോ ഒക്കെ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ആഭ്യന്തര പ്രക്ഷോഭങ്ങളൊക്കെ അതിനെതിരെയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് കൂടുതൽ ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നത്. പലപ്പോഴും ഇവരെയൊക്കെ തടവിലാക്കുന്നു, കുട്ടികളെയും സ്ത്രീകളെയും അടക്കം ബലാത്സംഗം ചെയ്യുന്നു. അതുമാത്രമല്ല, ഈ പ്രക്ഷോഭകാരികൾ തമ്മിലുള്ള ആശയവിനിമയം തടയാനും കാര്യങ്ങൾ പുറം ലോകം അറിയാതിരിക്കാനും രാജ്യം മുഴുവൻ ഇൻ്റർനെറ്റ് സേവനങ്ങൾ പലപ്പോഴും റദ്ദാക്കുന്ന പശ്ചാത്തലമുണ്ട്. 10,000-കണക്കിന് ആളുകൾ അറസ്റ്റിലാണ്, ഇവരൊക്കെ ജയിലുകളിലേക്കാണ്. അതുമാത്രമല്ല, ഈ ആശുപത്രികളിൽ വെടിയേൽക്കുമ്പോഴും മറ്റും ആശുപത്രികളിൽ ചികിത്സയിലെത്തുമ്പോൾ അവരെയും പട്ടാളം അവിടെ കയറി ആക്രമിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിലൂടെ ഇറാൻ കടന്നു പോകുന്നു. അതായത് അതിശക്തമായി തന്നെ ഈ ആക്രമണങ്ങളെ അടിച്ചമർത്താൻ റവല്യൂഷണറി ഗാർഡിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം ആളുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ആദ്യം മുതൽ തന്നെ ഹിജാബുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ കലാപമുണ്ടായ സ്ഥലമാണ് ഇറാൻ. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തപ്പെടുന്നത്. ഇവിടെയൊക്കെയാണ് പലപ്പോഴും അമേരിക്ക മുന്നറിയിപ്പും മറ്റും നൽകുന്ന പശ്ചാത്തലം ഉണ്ടാക്കുന്നത്. പക്ഷേ അപ്പോഴും അമേരിക്കയും അവിടെ ഇടപെടാൻ മടിക്കുന്നത് പ്രക്ഷോഭകാരികളെ വലിയ തോതിൽ നിരാശപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. കലാകാരന്മാർക്കടക്കം വലിയ ആക്രമണം നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് വളരെ വേഗം കടക്കണം. അത് കേരളമെന്നാക്കിയ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അത് വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനം സ്വീകരിക്കപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. അതിന് പിന്നാലെ പശ്ചിമ ബംഗാളിൻ്റെ പേര് ബംഗ്ല എന്നാക്കണമെന്ന ആവശ്യമാണ് വീണ്ടും മമതാ ബാനർജി, അവിടുത്തെ മുഖ്യമന്ത്രി, ഉയർത്തുന്നത്. ബംഗാളിൻ്റെ പേര് മാറ്റണമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിക്കാത്തത് ബംഗാൾ വിരോധം കൊണ്ടെന്നാണ് മമതയുടെ പുതിയ ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പേരുമാറ്റം മമത രാഷ്ട്രീയ ആയുധമാക്കുന്ന പശ്ചാത്തലം കൂടിയാണ്. നമുക്കറിയാം, കേന്ദ്രത്തോട് ഏറ്റവും ശക്തമായി പോരടിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് മമതാ ബാനർജി. അതിന് പലവിധ വിഷയങ്ങൾ അവർ ആയുധമാക്കാറുണ്ട്. ഇപ്പോൾ ബംഗ്ല എന്ന് പേര് മാറ്റണം എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് സംശയമില്ലാത്ത കാര്യമാണ്. പശ്ചിമ ബംഗാളിലെ ജനങ്ങളുടെ വികാരത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒന്നുകൂടിയാണ്. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. രാകേഷ്, നേരത്തെയും മമത ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, ഇത്തരത്തിൽ പേരുമാറ്റം വേണമെന്ന കാര്യത്തിൽ. ഇപ്പോൾ ഈ പുതിയ ആവശ്യത്തോട് സർക്കാർ മുഖം തിരിക്കുന്ന പശ്ചാത്തലമുണ്ടോ? എന്താണ്, മമത അല്പം കൂടി കടത്തി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരുക്കത്തിലാണോ? രഞ്ജിത്ത്, കേരള എന്നുള്ളത് കേരളം എന്നാക്കി ഔദ്യോഗികമാക്കി കൊണ്ടുള്ള തീരുമാനം ഇന്നലെയാണ് കേന്ദ്രമന്ത്രിസഭ കൈക്കൊണ്ടത്. ഏതായാലും അതിനെ അനുകൂലിച്ച് ഉള്ള പ്രതികരണങ്ങൾ കണ്ടു, ചില രസകരമായ പ്രതികരണങ്ങൾ കണ്ടു. പക്ഷേ അതിനെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൻ്റെ പേരുമാറ്റത്തെ കേരളമെന്നാക്കിയതിനെ മമതാ ബാനർജി അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്രത്തിനെതിരെ കടുത്ത വിമർശനമാണ് മമതാ ബാനർജി ഉന്നയിച്ചത്. അതിന് കാരണവുമുണ്ട്. കാരണം 2016 പശ്ചിമബംഗാൾ നിയമസഭ പേരുമാറ്റം എന്ന ആവശ്യം, അതിനുള്ള പ്രമേയം പാസ്സാക്കുന്നത്. അന്ന് 3 പേരുകളാണ് കേന്ദ്രത്തിന് മുമ്പിൽ സമർപ്പിച്ചത്. ബംഗാളിൽ ബംഗ്ല, ഒപ്പം തന്നെ ഇംഗ്ലീഷിൽ ബംഗാൾ, ഹിന്ദിയിൽ ബംഗാൾ, അങ്ങനെ 3 പേരുകൾ കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചിരുന്നു പശ്ചിമബംഗാൾ സർക്കാർ. പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല. അന്ന് അതിനൊരു കാരണമായി കേന്ദ്രം പറഞ്ഞിരുന്ന വിശദീകരണം 3 പേര് ഒരു സംസ്ഥാനത്തിന് അതൊട്ടും ശരിയായ നടപടിയല്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ബംഗ്ല എന്ന് പേര് മാറ്റുമ്പോൾ അത് ബംഗ്ലാദേശിനുമായി സാമ്യമുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ വലിയൊരു സംസ്ഥാനത്തിന് അത്തരമൊരു പേര് നൽകുന്നത് എന്നുള്ള കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലൊരു കേന്ദ്രത്തിന് തീരുമാനം അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കേരളം എന്നാക്കി മാറ്റുമ്പോൾ അത് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് മമതാ ബാനർജി. കാരണം 2023 കേരളം നിയമസഭ ഈ പ്രമേയം പാസ്സാക്കുന്നത്. പിന്നീട് 2024 സമാനമായ പ്രമേയം പാസ്സാക്കി. ബംഗാളാകട്ടെ അതിനും ഏറെ മുമ്പ് 2016 ആ പേരുമാറ്റം എന്ന ആവശ്യം, അത്തരമൊരു പ്രമേയം
പാസാക്കുകയും കേന്ദ്രത്തിന് മുന്നിൽ അത് അപേക്ഷയായി സമർപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ബംഗാൾ വിരോധം കൊണ്ടാണ് ഇത്തരമൊരു നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നാണ് മമതാ ബാനർജി ആരോപിക്കുന്നത്. നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെയൊക്കെ തന്നെ കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇരുവരും ബംഗാളിലെത്തുകയും മുതലക്കണ്ണീർ ഒഴുക്കുകയും ചെയ്യുന്നു. പക്ഷേ ബംഗാളിൻ്റെ പാരമ്പര്യത്തെ, പൈതൃകത്തെ ഒന്നും ബഹുമാനിക്കുന്നില്ല. ബംഗാളികളുടെ ഐക്കണുകളെ ഇവരെയൊന്നും തന്നെ ബഹുമാനിക്കാൻ ഈ നേതാക്കൾ തയ്യാറാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ബംഗാൾ വികാരം ഉണർത്തുകയാണ് മമതാ ബാനർജി. തീർച്ചയായും മമതാ ബാനർജി ഇപ്പോൾ ഈ വിഷയം ഉന്നയിക്കുന്നതിൽ രാഷ്ട്രീയമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അവിടെ BJP ആണ് മുഖ്യ എതിരാളി തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ BJPക്ക് അതൊരു രാഷ്ട്രീയ ആയുധം, പോർമുഖം തുറക്കുകയാണ് ഈ വിഷയത്തിൽ മമതാ ബാനർജി. അതാണ് മമത ഏതായാലും ലക്ഷ്യമിടുന്നത്. മാത്രവുമല്ല, മറ്റൊരു ആരോപണം കൂടി ഇപ്പോൾ മമതാ ബാനർജി ഉന്നയിക്കുന്നുണ്ട്. അതായത് CPM-മായി BJPക്ക് ബന്ധമുണ്ട്, അടുപ്പമുണ്ട്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പേരുമാറ്റം നടപ്പാക്കിയെന്ന ആരോപണം കൂടി മമതാ ബാനർജി പങ്കുവയ്ക്കുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും പുതിയ ആവശ്യവുമായി മമത കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലേക്ക്. അതിനോട് കേന്ദ്രം ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ബംഗാൾ വിരോധം എന്ന വാക്കുകൂടി മമത ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ പോരാട്ടമായി ബംഗാളിൽ മാറുന്ന സാഹചര്യമാണ്. ER രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊന്ന്, നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെയും ചില ശ്രദ്ധേയമായ രാഷ്ട്രീയ നീക്കങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നമുക്കറിയാം, പാർട്ടികൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത നാടായി തമിഴ്നാട് മാറിയിട്ടുണ്ട്. EPSൻ്റെ പാർട്ടി, OPSൻ്റെ പാർട്ടി, DMDK വിജയകാന്തിൻ്റെ പാർട്ടി, കമൽഹാസനുമായി ബന്ധപ്പെട്ട പാർട്ടി, വിജയുടെ പാർട്ടി, അങ്ങനെ ഓരോ ദിവസവും ഈ പാർട്ടികൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായി കൂടി മാറുന്നൊരു പശ്ചാത്തലമുണ്ട്. അവിടെയാണ് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ തോഴി കൂടിയായിരുന്ന VK ശശികല പുതിയൊരു പാർട്ടി പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ പാർട്ടിക്ക് പേരിട്ടിട്ടില്ല. കൊടിയടക്കം കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ ശശികല മുന്നോട്ട് വച്ചിരുന്നു. ശശികല ഉൾപ്പെടുന്ന തേവർ സമുദായത്തിൻ്റെ ശക്തി കേന്ദ്രമായ രാമനാഥപുരത്തെ പശുംപൊന്നിൽ ജയലളിത ജന്മവാർഷിക സമ്മേളനത്തിലാണ് പ്രഖ്യാപനം നടത്തിയത്. പാർട്ടി കൊടിയും അവർ പുറത്തിറക്കി. കറുപ്പ്, വെള്ള, ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള കൊടിയിൽ ആണ് അണ്ണാദുരയുടെയും MGRൻ്റെയും ജയലളിതയുടെയും മറ്റും ചിത്രങ്ങളുണ്ട്. നമ്മൾ പുതിയൊരു രാഷ്ട്രീയ അധ്യായത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്, ഞങ്ങൾ പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്നാണ് ശശികല ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പാർട്ടി ആയിരിക്കുമെന്ന് പറയുന്നു. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമാണ്. പക്ഷേ ഇവർ ആർക്കൊപ്പം പ്രവർത്തിക്കും, ഒറ്റയ്ക്ക് ഇലക്ഷനിൽ മത്സരിക്കുക എന്നുള്ളത് തൽക്കാലം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സാധ്യമല്ലല്ലോ. ആർക്കൊപ്പമാകുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? രഞ്ജിത്ത്, ഇന്നലെ ജയലളിതയുടെ 78ാം ജന്മദിനമായിരുന്നു. ആ ദിനത്തിലാണ് ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലം ജയലളിതയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ശശികല, അവരുടെ ഉറ്റ സുഹൃത്ത്, പുതിയ പാർട്ടി പ്രഖ്യാപിച്ചത്. ആ പാർട്ടിയുടെ പേരെന്തെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ശശികല. പതാക അനാച്ഛാദനം ചെയ്തു. ചുവപ്പും വെള്ളയും കറുപ്പും നിറത്തിലുള്ള പതാക. അതിൽ 3 നേതാക്കളുടെ ചിത്രങ്ങളുണ്ട്. ഒന്ന് CN അണ്ണാദുരൈ, അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയാണ്, DMKയുടെ സ്ഥാപകനാണ്. ഒപ്പം തന്നെ MGR, അദ്ദേഹം ADMKയുടെ സ്ഥാപകനാണ്. അതിനുശേഷം ജയലളിത മുൻ മുഖ്യമന്ത്രി. അങ്ങനെ 3 നേതാക്കൾ, അവർ ഉയർത്തിപ്പിടിച്ച പാരമ്പര്യം, ദ്രാവിഡ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു എന്നാണ് ശശികല പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീർച്ചയായും ശശികലയുടെ ഈ നീക്കം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളതാണ്. രാഷ്ട്രീയത്തിൽ സജീവമാകാൻ വീണ്ടും 2ാം വരവ് എന്ന് തന്നെ പറയാം. കാരണം ജയലളിതയുടെ മരണശേഷം 2016-ൽ ആ പാർട്ടിയുടെ നിയന്ത്രണം ശശികലയ്ക്കായിരുന്നു. പക്ഷേ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ജയിലിൽ പോവുകയും പിന്നീട് രാഷ്ട്രീയ സമവാക്യം ഒക്കെ തന്നെ മാറുകയും ചെയ്തു. ആദ്യം O പനീർസെൽവം മുഖ്യമന്ത്രിയായി, അതിനുശേഷം ഈ 2 പേരും ഒന്നിക്കുകയും പിന്നീട് എടപ്പാടി പളനിസ്വാമി മുഖ്യമന്ത്രിയാവുകയും ചെയ്ത് കണ്ടു. ഇപ്പോൾ പൂർണ്ണമായും OPS പാർട്ടിക്ക് പുറത്തായി. പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണം എടപ്പാടിയിൽ കയ്യിലാണ്. എടപ്പാടിക്കെതിരെ കടുത്ത വിമർശനം ഇന്നലെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ശശികല. പ്രത്യേകിച്ച് താൻ ജയിലിലായിരിക്കുമ്പോൾ പോലും തന്നെ വേട്ടയാടിയെന്നടക്കമുള്ള ഗുരുതര ആരോപണം ശശികല ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്നലെ ഈ സമ്മേളനം നടന്ന രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തിയ വേദി രാമനാഥപുരം ജില്ലയിലാണ്. അത് സ്വാഭാവികമായും തേവർ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ജില്ലയാണ്. പ്രത്യേകിച്ച് ശശികല തേവർ സമുദായ അംഗമാണ്. അവരെ അവിടെ നിന്നുള്ളൊരു നേതാവ് എന്ന വിശേഷണമൊന്നും തന്നെ ശശികലയ്ക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ആ സമുദായത്തെ ADMKയുമായി ഒപ്പം നിർത്തുന്നതിൽ ശശികലയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ജാതി സമവാക്യങ്ങൾ വലിയ പങ്ക് വഹിച്ചിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ആ ഒരു വേദി, രാമനാഥപുരം ജില്ലയിലെ ആ ഒരു വേദി ശശികല തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ശശികലയുടെ നീക്കം എന്ത് എന്നുള്ളത് ഇനി ഉറ്റുനോക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് നേരത്തെ 2021-ലെ തെരഞ്ഞെടുപ്പിന് മുൻപാണ്, ഏതാണ്ട് ഇതേ കാലത്താണ് ശശികല ജയിലിൽ നിന്ന്
എന്ന് പുറത്തിറങ്ങുന്നത്, അന്ന് ശശികല പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൻ രാഷ്ട്രീയത്തിലേക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ 5 വർഷം കഴിയുമ്പോൾ കൃത്യമായി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ശശികല. അതിനവർ പറഞ്ഞ ന്യായീകരണം ഇത്രയും താൻ കാത്തിരുന്നു, ADMK ഒന്നിക്കുമെന്ന പ്രതീതിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഉണ്ടായില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ തൻ്റെ രാഷ്ട്രീയ പ്രവേശനം അനിവാര്യമായിരിക്കുന്നു എന്ന പ്രതികരണമാണ് ശശികല നടത്തിയിട്ടുള്ളത്. ഇനി ശശികലയുടെ നീക്കം എന്ത് എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. പ്രത്യേകിച്ച് DMKയുടെ ഭാഗമാകില്ല ശശികല എന്ന കാര്യം ഉറപ്പാണ്. ADMK ശശികലയുമായി സഖ്യമുണ്ടാക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അവർക്ക് മുൻപിലുള്ളത് ഒരു മൂന്നാം ബദൽ എന്ന നിലയിൽ നിൽക്കുക, അല്ലെങ്കിൽ NDAയിൽ ചേരുക എന്നുള്ളതാണ്. പക്ഷേ NDAയിൽ ചേരണമെങ്കിൽ ആ പ്രവേശനത്തിന് സ്വാഭാവികമായും എടപ്പാടി പളനിസ്വാമി തടസ്സമിടും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ പനീർസെൽവം പോലും സ്റ്റാലിനെ പുകഴ്ത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അദ്ദേഹത്തിൻ്റെ NDA പ്രവേശനം വൈകിയത് കൊണ്ടാണ്. അപ്പോൾ ശശികലയുടെ അടുത്ത നീക്കമെന്ത്? ശശികലയ്ക്ക് 71 വയസ്സ് അവർക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൽ ഇനി അവർക്ക് ഭാവിയുണ്ട്. പ്രത്യേകിച്ച് ADMK ഒപ്പമില്ലാതെ ശശികലയ്ക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു സ്വാധീന ശക്തിയാകാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ, അത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ ഇനി അവശേഷിക്കുന്നുണ്ട്. ഏതായാലും പാർട്ടിയുടെ പേരിൻ്റെ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ശശികലയ്ക്ക് ഏതായാലും മത്സരിക്കാൻ കഴിയില്ല, കാരണം 2027 വരെ മത്സരിക്കുന്നതിന് അവർക്ക് വിലക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സ്ഥാനാർത്ഥികളെ നിർത്തി കരുത്ത് തെളിയിക്കാനുള്ള നീക്കമായിരിക്കും ശശികലയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. രഞ്ജിത്ത്. ശരി, രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകളുമായി നമുക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കൊട്ടാരക്കര മുൻ MLA ഐഷ പോറ്റിക്കെതിരെ ഗുരുതര ആരോപണവുമായി BJP രംഗത്ത് വന്നിരിക്കുകയാണ്. ചില BJP നേതാക്കളുമായി ഈ കോൺഗ്രസിൽ ചേരുന്നതിന് മുൻപ് ഐഷ പോറ്റി ചർച്ച നടത്തിയിരുന്നുവെന്നാണ് ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി വൈക്കൽ സോമന്റെ ഏറ്റവും പുതിയ ആരോപണം. ഈശ്വരവിശ്വാസിയായിരുന്ന ഐഷ പോറ്റിയെ പിന്നീട് നിരീശ്വരവാദിയാക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. BJPയുമായി ചർച്ച നടത്തിയതിൻ്റെ തെളിവുകൾ ഇലക്ഷൻ എടുക്കുമ്പോൾ പുറത്തുവിടുമെന്നും വൈക്കൽ സോമൻ പറഞ്ഞു. വൈക്കൽ സോമന്റെ വാക്കുകളിലേക്ക് ആദ്യം. അല്ല, ഇതൊരു ഒഴുക്കാണ്. BJPയിലേക്ക് ഐഷ പോറ്റി, ഞങ്ങൾ വരും കാലങ്ങളിൽ ഐഷ പോറ്റി BJPയുടെ നേതാവുമായിട്ട് തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയ ഫോട്ടോസ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. അത് നമുക്ക് വരുമ്പോൾ ഞങ്ങൾ കാണാം. ഇലക്ഷൻ സമയമാവട്ടെ. ഈശ്വര വിശ്വാസിയായിരുന്നിട്ടുള്ള ഐഷ പോറ്റി, ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഐഷ പോറ്റി പിന്നീട് നിരീശ്വരവാദിയാക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പോറ്റി എന്ന പേരിട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് ഐഷ വക്കീൽ പറഞ്ഞത്. ഇവിടെ എൻ്റെ അച്ഛൻ ഐഷ എന്നായിട്ട് എനിക്ക് പോറ്റി എന്നുള്ള പേര് തന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പേരിടിയിൽ കർമ്മം വരെ നിർവഹിക്കുന്ന വർഗീയമായി ജാതീയമായിട്ടുള്ള ചേരുതിരിവിന് വേണ്ടി അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഐഷ പോറ്റി ചർച്ച നടത്തി ഷാൾ സ്വീകരിച്ചിട്ടുള്ള ഫോട്ടോ വരുന്ന 2 ഇലക്ഷൻ ടൈമിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം. BJP ആയിട്ട് ചർച്ച നടത്തിയോ ഇല്ലയോ എന്നൊക്കെ ആയമ്മ പറയേണ്ടി വരും. അതിനുള്ള പ്രൂഫ് ഞങ്ങളുടെ വിഷയമുണ്ട്, ഞങ്ങൾ പറയാം. അത് അലസിയ കാര്യങ്ങളൊക്കെ ഇനി ചത്ത കുഞ്ഞിന്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഫോട്ടോ ഇറക്കാം, ഇത് എവിടെയാണ് ചർച്ച നടത്തിയെന്ന്. ഇതുപോലെ നിങ്ങൾക്കൊരു വിരുന്ന് നമ്മൾ ഒരുക്കുന്നുണ്ട്. വൈക്കൽ സോമനാണ് ഈ ആരോപണം ഉന്നയിച്ചത്. വിനേഷ് കൊട്ടാരക്കര ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനേഷ്, ഐഷ പോറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു ആരോപണവുമായി BJP വരുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്നൊക്കെയാണല്ലോ അദ്ദേഹം പറയുന്നത്. രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കൊട്ടാരക്കര മണ്ഡലത്തിൽ മത്സരം കടുക്കുന്ന ഒരു സാഹചര്യം തന്നെ എത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഏകദേശം മത്സരിക്കുന്ന 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികളെയൊക്കെ ഏകദേശം ഒരു നമുക്ക് അറിയാം തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലടക്കം പ്രചരണങ്ങൾ വരുന്നുണ്ട്. തന്നെയല്ല, ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നപ്പോൾ ഐഷ പോറ്റി തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതെന്ന് അടക്കം പ്രചരണം പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാലഗോപാലിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. ബാലഗോപാൽ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും BJPയിൽ ചേർന്ന R രശ്മി NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. ഏകദേശം 3 സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നതടക്കം പ്രചരണങ്ങൾ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലാണ് ഈ BJP ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി വൈക്കൽ സോമന്റെ ഒരു പരാമർശം ഐഷ പോറ്റിക്കെതിരെ ഒരു വിമർശനം ഉയർന്നു വരുന്നത്. ഈശ്വരവിശ്വാസിയായിരുന്ന ഐഷ പോറ്റിയെ പിന്നീട് നിരീശ്വരവാദിയാക്കി പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതടക്കം വലിയൊരു വിമർശനമാണ്, ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പോറ്റി എന്ന് പേരിട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ഐഷ പോറ്റി മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇതെല്ലാം
ഒരു ജാതീയമായിട്ടുള്ള വേർതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയതെന്നതൊക്കെ അടക്കം പറയുന്നത്. അതിൽ ഗൗരവമുള്ള മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. BJPയുടെ ഉന്നത നേതാക്കളുമായിട്ട് ഐഷ പൂറ്റി ചർച്ച ചെയ്തിരുന്നു. BJPയിലേക്ക് ചേരുന്നതിനടക്കമുള്ള ചർച്ചകൾ നടന്നിരുന്നു. അപ്പോൾ ഷാൾട്ട് സ്വീകരിക്കുന്ന തരത്തിലുള്ള ഫോട്ടോകൾ എല്ലാം തന്നെ തങ്ങളുടെ പക്ക ഉണ്ട്. വരും നാളുകളിൽ അത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും, വെളിപ്പെടുത്തുന്ന അടക്കമുള്ള അത്തരത്തിലുള്ള വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇത്ര നാൾ എന്തുകൊണ്ട് ഇത് വെളിപ്പെടുത്തിയില്ല എന്ന് മാധ്യമങ്ങളോട് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായി മറുപടി പറഞ്ഞില്ല. പക്ഷേ ഐഷ പൂറ്റി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഐഷ പൂറ്റി കോൺഗ്രസിലേക്ക് ചേർന്നപ്പോൾ തന്നെ അന്ന് പറഞ്ഞിരുന്നു, നിരവധി ആൾക്കാർ തന്നെ സമീപിച്ചിരുന്നു, തന്റെ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് എത്തണമെന്നടക്കം പറഞ്ഞിരുന്നതായിട്ടെല്ലാം അന്ന് വെളിപ്പെടുത്തിയിരുന്നു ഐഷ പൂറ്റി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം അല്പസമയം അത് തന്നെ നമുക്ക് ലഭ്യമാകും. രഞ്ജിത്ത്, എന്തായാലും ഈ BJP ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ ഇത്തരം പരാമർശങ്ങൾ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ഐഷ പൂറ്റി ഇപ്പോൾ ഈ വാർത്ത നിഷേധിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അത്തരമൊരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല എന്നും തെളിവുകൾ വേണമെങ്കിൽ പുറത്തുവിടട്ടെ എന്നുമുള്ള വെല്ലുവിളി അടക്കം ഐഷ പൂറ്റി നടത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. കൊട്ടാരക്കരയിലെ രാഷ്ട്രീയ പോരിന് പുതിയ മാനങ്ങൾ കൈവരുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഇപ്പോഴുണ്ട്. മറ്റൊരു വാർത്ത അത് കാസർഗോഡ് നിന്നാണ്. കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തതിന് പിന്നാലെ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ആൺസുഹൃത്തിനെയും കുടുംബത്തെയും ഇന്ന് ചോദ്യം ചെയ്യും എന്നാണ് വിവരം. യുവതി സ്വർണം മോഷ്ടിച്ചുവെന്ന് ആൺസുഹൃത്തിന് കുടുംബമാണ് പരാതി നൽകിയിരുന്നത്. വിഷയത്തിൽ ഇടപെട്ട മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. KV ബൈജു ഉണ്ട്. ബൈജു, വല്ലാത്തൊരു സംഭവം ആയി. കാരണം കാസർഗോട്ടെ ഈ സംഭവം അവർ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിൽ ആത്മഹത്യ അഭയം പ്രാപിക്കുന്നത്. നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളുണ്ട്. ചില സത്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതൊക്കെ എപ്പോഴേക്ക് കൃത്യമായി പുറത്തു വരുമെന്നുള്ളത് വേണം കാത്തിരുന്നു കാണാൻ. ബൈജു, എന്താണ് ഏറ്റവും പുതിയ പോലീസിന്റെ ഈ വിഷയത്തിലെ അന്വേഷണ വഴി? രഞ്ജിത്തെ, ഇന്ന് ഏറ്റവും പ്രധാനം ഇതിൽ ഈ ഒരു ആൺസുഹൃത്തും അതുപോലെ തന്നെ ആൺസുഹൃത്തിന്റെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യും എന്നത് തന്നെയാണ്. കാരണം ഈ ആൺസുഹൃത്തിന്റെ മാതാപിതാക്കളാണ് ഈ ജസീല സ്വർണം മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നത്. എന്നാൽ തന്റെ നിരപരാധിത്വം, താൻ അങ്ങനെ സ്വർണം മോഷ്ടിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി വീഡിയോ പുറത്തിറക്കിയതിനു ശേഷമാണ് ഈ യുവതി ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ്. അതോടൊപ്പം ഇവരുടെ ഭർത്താവ് വിദേശത്ത് നിന്ന് എത്തിയിട്ടുണ്ട്, അമീറിനെയും ഇന്ന് ചോദ്യം ചെയ്യും. എന്തായാലും ഈ ചോദ്യം ചെയ്യലിൽ ഈ കേസിൽ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ 30ഓളം പേരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അത് ഈ യുവതിയെ ഏറ്റവും ഒടുവിൽ ഈ ആശുപത്രിയിൽ അത്യാസന്ന നിലയിലായപ്പോൾ ചികിത്സയിലുണ്ടായിരുന്ന ഡോക്ടർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ തുടങ്ങി 30ഓളം പേരെ ചോദ്യം ചെയ്തിരുന്നു. ഏതായാലും ഇതിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, അദൂർ പോലീസിന്റെ ഭാഗത്തു നിന്നും യുവതിക്കുണ്ടായ ദുരനുഭവം അത് സംബന്ധിച്ച് ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത മാർച്ചിൽ നടക്കുന്ന ഈ മനുഷ്യാവകാശ സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് വളരെ നിർണായകമാണ്. ഇന്ന് പോലീസിന്റെ ഈ പ്രധാനപ്പെട്ട ആളുകളെ ഇന്ന് ചോദ്യം ചെയ്യൽ നടക്കും. ഒരുപക്ഷെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തി ഈ കേസിൽ അത്തരം നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുമോ എന്നാണ് ഇന്ന് അറിയേണ്ടത്. രഞ്ജിത്ത്, ശരി. KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് പോകണം. കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ച വാർത്ത, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ബൈജു ഇപ്പോൾ സംസാരിച്ചത്. മറ്റൊരു വാർത്ത, എറണാകുളം വൈറ്റിലയിൽ ഇന്നലെ ഒരു ഹൈക്കോടതി മുൻ ജീവനക്കാരൻ സ്ത്രീയെ കൊലപ്പെടുത്തി റെയിൽവേ ട്രാക്കിൽ തള്ളിയ സംഭവം വലിയ വാർത്തയായിരുന്നു. ഇന്ന് ആ പ്രതിയുമായുള്ള തെളിവെടുപ്പ് നടക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. പൊന്നൂരിനെ സ്വദേശി ഷാജിയുടെ അറസ്റ്റ് ഇന്നലെ വൈകിട്ട് രേഖപ്പെടുത്തിയിരുന്നു. കൊല്ലപ്പെട്ട സുധാ ബേബിയും ഈ ഷാജിയുമായി സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ബന്ധത്തിലുണ്ടായ അസ്വാരസ്യങ്ങൾ കൊലപ്പെടുത്തലിലേക്ക് എത്തി എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഷാജി ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ മൊഴിയും നൽകിയ പശ്ചാത്തലം കൂടിയുണ്ട്. CCTV ദൃശ്യങ്ങളടക്കമാണ് പോലീസ് ശേഖരിച്ച് ഇപ്പോൾ തെളിവുകളിലേക്ക് എത്തിയത്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, നേരത്തെ ഇയാളുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് റെയിൽവേ ട്രാക്കിൽ തള്ളുക, ട്രെയിൻ കയറി മരിച്ചതാണ് അല്ലെങ്കിൽ ട്രെയിൻ തട്ടി മരിച്ചതാണ് എന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിക്കുക എന്നൊക്കെ ആയിരുന്നു. പക്ഷേ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ കാര്യങ്ങൾ പോലീസിന് വ്യക്തമാവുകയായിരുന്നു. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇപ്പോൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന് മനസ്സിലായ കാര്യങ്ങൾ?
രഞ്ജിത്ത്, ഇപ്പോൾ ഇയാൾ തന്നെ ഷാജി തന്നെ പോലീസിനോട് ഇതെല്ലാം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടിയും പോലീസ് ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി ഒന്ന് ഉറപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളും കൂടി പൂർത്തിയാകുകയാണ്. അയാൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയാണ് കൃത്യങ്ങൾ നടന്നിരിക്കുന്നതെന്ന് തന്നെയാണ് നിലവിലുള്ള ഒരു തെളിവുകളുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ പോലീസിന് മനസ്സിലായിരിക്കുന്നത്. ഈ യുവതിക്ക് ഇവർക്ക് ഈ സുധാ ബേബിയുടെ മുഖത്തേക്ക് ഇയാൾ ശക്തമായി ഇടിച്ച മുഖം വലിയ രീതിയിൽ തന്നെ അതിൽ പരിക്കേൽപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ റെയിൽവേ ട്രാക്ക് വൈറ്റില ഫ്ലൈ ഓവറിന് കീഴിലുള്ള റെയിൽവേ ട്രാക്കിന്റെ ഈ ഭാഗത്താണ് അവരുടെ മൃതദേഹം കാണപ്പെട്ടത്. ഇയാൾ കൃത്യം നടത്തി ഇവർക്കൊരു ആത്മഹത്യ ചെയ്യുമെന്നതെല്ലാം തന്നെ പലതവണ പറഞ്ഞ് പേടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സ്വഭാവം മറ്റ് പലരിൽ നിന്നായിട്ട് തന്നെ പോലീസിന് അത്തരം വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതുമാത്രവുമല്ല, ഇവരെക്കുറിച്ച് അറിയാവുന്നവർ തന്നെ പറയും പലപ്പോഴും ആ രീതിയിലൊരു മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന രീതിയിലെല്ലാം ചിലപ്പോഴെങ്കിലും ഇവർ പെരുമാറുമായിരുന്നു എന്നതെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. പോലീസിന് അത്തരം ചില മൊഴികളും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കൃത്യമാണെങ്കിൽ റെയിൽവേ ട്രാക്കിൽ ഇവരുടെ മൃതദേഹം ഉപേക്ഷിച്ച് പോവുക, അതെല്ലാം തന്നെ അങ്ങനെയാണെങ്കിൽ അത് ഇവരുടെ ആ പറച്ചിലിനോട് സാധൂകരിക്കുന്ന രീതിയിലേക്ക്, ഒരു ആത്മഹത്യ എന്ന രീതിയിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുമെന്ന് തന്നെയായിരുന്നു ഷാജി കണക്ക് കൂട്ടിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് വരിക. ഇവിടെ നേരത്തെയും ഇവർ പലതവണ ഇവിടേക്ക് വന്നതെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷാജി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇവർ ഇവിടെ നിന്ന് ഈ വാക്കുതർക്കത്തിൽ ഏർപ്പെടുമ്പോഴെല്ലാം ശബ്ദം ഉയരുമ്പോൾ ഈ സുധയുടെ ഇയാൾ പൊത്തിപ്പിടിച്ചിരുന്നു. കാരണം ഈ അടുത്ത മറ്റു പലരും കുറച്ച് മാറിയെല്ലാം ഉണ്ടായിരുന്നു. അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനായിട്ട് പൊത്തിപ്പിടിച്ചിരുന്നു എന്നതെല്ലാം തന്നെ ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഇത് അവരെ അതിക്രൂരമായി മർദ്ദിക്കുകയും മരണം നടന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തതിനു ശേഷമാണ് ഈ ട്രാക്കിലേക്ക് തള്ളിയിടുന്നത്. പക്ഷേ ഇത് ഈ ട്രാക്ക് ട്രെയിൻ പോകാത്ത ഒരു ട്രാക്കിലേക്കാണ് ഇവരുടെ ശരീരം വീണത്. അത് ഇയാൾക്ക് ഷാജിക്ക് മനസ്സിലാകുമില്ല. കാരണം ഇത് ഷണ്ടിങ് യാർഡിലേക്ക് അടക്കമുള്ള ട്രാക്കുകളെല്ലാം ഉണ്ട്. അപ്പോൾ പതിവായി ട്രെയിൻ വരാത്ത ട്രാക്കുകളും ഇതിലുണ്ട്. അത് ഇയാൾക്ക് കൃത്യമായി മനസ്സിലാകാത്തത് കൊണ്ട് തന്നെയാണ് മൃതദേഹം ട്രാക്കിൽ തന്നെ കിടക്കുകയായിരുന്നു. പിന്നീട് ഇതിലെ പോയ ട്രെയിനിലെ ലോക്കോ പൈലറ്റ് കണ്ടതിന് ശേഷമാണ് വിവരം അറിയിക്കുന്നത്, പോലീസിലേക്കെല്ലാം അറിയിക്കുന്നത്. പോലീസ് എത്തുമ്പോൾ തന്നെ ഇവരെ മുഖത്തുള്ള മുറിവുകളും കാര്യങ്ങളും കൊണ്ട് തന്നെ ഇത് കൊലപാതകമാണെന്ന് ഉറപ്പിച്ചിരുന്നു. പിന്നീട് ഇവരുടെ ഫോൺ കണ്ടെത്തുകയും അതിലെ സിം കാർഡ് മറ്റൊരു ഫോണിലിട്ട് വിവരങ്ങൾ ശേഖരിക്കുകയും എല്ലാം തന്നെ ചെയ്തു. പിന്നീട് വളരെ പെട്ടെന്ന് CCTV ദൃശ്യങ്ങളിലേക്കും പിന്നീട് ഈ ഷാജിയിലേക്കും എല്ലാം തന്നെ പോലീസിന്റെ അന്വേഷണം എത്തി. ഷാജി പറഞ്ഞിരുന്നത് ഇവരുമായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഇവിടേക്ക് വന്നിരുന്നതെന്നെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ബന്ധം അത് പിന്നീട് കുടുംബത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ വരുന്നു. ആ ഘട്ടത്തിൽ ഇവരെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് പോലീസിനോട് ഷാജി പറഞ്ഞിരിക്കുന്നത്. പോലീസിന്റെ നിലവിലൊരു അന്വേഷണവും ആ രീതിയിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഇവിടേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവരും. ഇവിടെ സുധയുടെ മൃതദേഹം ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്തായാലും പോലീസ് വളരെ പെട്ടെന്ന് കൊലപാതകയിലേക്കും എല്ലാം തന്നെ എത്താനായിട്ട് സഹായിച്ചത് CCTV ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഇവരിൽ നിന്ന് ഉപേക്ഷിച്ചു പോയ മൊബൈൽ ഫോണിന്റെ സിം കാർഡും എല്ലാമാണ്. ഏതായാലും അന്വേഷണം അതിന്റെ ഒരു പൂർണ്ണതയിലെത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇനിയിപ്പോൾ തെളിവെടുപ്പ് നടപടികൾ കൂടിയാണ് പൂർത്തിയാക്കാനുള്ളത്. രഞ്ജിത്ത്. ശരി, ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം തുടരുകയാണ്. നിർണായക നീക്കം ഇത് തീർക്കാനായുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുമായി ബന്ധപ്പെട്ടാണ് സമരം. നമുക്കറിയാം, ആ തർക്കം പരിഹരിക്കാൻ നാളെ വകുപ്പുകൾ തമ്മിലുള്ള ഉന്നതതല ചർച്ച നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. ധനകാര്യമന്ത്രിയും ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാരും ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. ഡോക്ടർമാരുടെ 57 മാസത്തെ ശമ്പള പരിഷ്കരണം കുടിശ്ശിക നൽകുന്നതിലെ സാങ്കേതികവും നിയമപരമായ തടസ്സങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് എന്നാണ് വിവരം. KGMCTA-യുമായുള്ള ചർച്ചകളുടെ ഡേറ്റും മറ്റും പിന്നീട് തീരുമാനിക്കും. ഇതിനിടയിൽ സമരം തുടരുകയാണ്. സാരംഗ് വിവരങ്ങൾ പങ്കുവെക്കും. സാരംഗ്, ഈ സമരം കാര്യമായി തന്നെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ടോ? ഡോക്ടർമാർ അത് സ്ട്രിക്റ്റായി തന്നെ സമരം കൊണ്ടുപോകുന്ന പശ്ചാത്തലമാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, കേരളത്തിലുടനീളമുള്ള സംസ്ഥാന മെഡിക്കൽ കോളേജുകളിൽ, അതായത് ഈ മെഡിക്കൽ കോളേജിലെല്ലാം ശസ്ത്രക്രിയകൾ ദിവസങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അടിയന്തരമല്ലാത്ത എല്ലാ ശസ്ത്രക്രിയകളും ഇപ്പോൾ നടക്കുന്നില്ല. കാരണം ഒരു ഡോക്ടർമാരുടെ സമരം അത് ആദ്യം OP ബഹിഷ്കരണവും മറ്റുമായിട്ടായിരുന്നു തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ അത് കടുപ്പിച്ചുകൊണ്ടാണ് അവർ ശസ്ത്രക്രിയ അടക്കം ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് എത്തിയത്. അത് തന്നെ നമുക്കറിയാം, മെഡിക്കൽ കോളേജുകളിൽ ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് ഡേറ്റിൽ ലഭിച്ചതിന് ശേഷമാണ് ശസ്ത്രക്രിയക്കും മറ്റും ഇവർക്ക് ആശുപത്രിയിലേക്ക് എത്താനും ചികിത്സ നേടാനടക്കം സാധിക്കുകയുള്ളൂ. പക്ഷെ അങ്ങനെ വരുന്നവർക്കടക്കം ഈ ഒരു സമരം കാരണം ബുദ്ധിമുട്ട് നേരിടുന്നു, വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് ഇപ്പോൾ
സർക്കാർ നിലപാട് മയപ്പെടുത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകാനുള്ള വഴികൾ, അത് നിയമപരമായിട്ടും മറ്റും നയപരമായി അടക്കം എടുക്കേണ്ട തീരുമാനങ്ങളിൽ ഇപ്പോൾ വകുപ്പ് തലത്തിൽ ചർച്ച നടത്താനാണ് തീരുമാനം. ഇതിനു മുൻപ് ആരോഗ്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയും അടക്കം ചർച്ച നടത്തിയിരുന്നു. അതിലെല്ലാം ഈ ഒരു ശമ്പള കുടിശ്ശികയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അത് ഈ ഒരു ശമ്പള കുടിശ്ശിക ലഭിക്കാത്ത പക്ഷം സമരം പിൻവലിക്കില്ല എന്നായിരുന്നു അവരുടെ ഡോക്ടർമാരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് വരുന്ന നിയമസഭാ ഇലക്ഷനെയും മറ്റും പ്രതികൂലമായി ബാധിക്കുമെന്നൊരു തിരിച്ചറിവിന്റെ പുറത്താണ് ഇപ്പോൾ ചർച്ചയിലേക്ക് കടക്കുന്നത്. എന്തു തന്നെയായാലും ഈ ഒരു ശമ്പള പരിഷ്കരണ കുടിശ്ശികയിൽ ഒരു തീരുമാനമാവുകയാണെങ്കിൽ അത് സമരത്തിൽ നിന്നും പിന്നോട്ട് വരാനുള്ള ഒരു കാരണമായി KGM-CT കാണുന്നുണ്ട്. കാരണം ഇത് വലിയ 57 മാസം എന്ന് പറയുന്ന വലിയ കുടിശ്ശികയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു തീരുമാനമാവുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ KGM-CT പ്രതിനിധികളുമായി ആരോഗ്യമന്ത്രിയും മറ്റും ചർച്ച നടത്താനാണ് സാധ്യത. അതിനുശേഷമായിരിക്കും ഈ ഒരു സമരം പിൻവലിച്ച് ഈ ഒരു സർവീസിലേക്ക് വീണ്ടും, അതായത് മെഡിക്കൽ കോളേജിന്റെ അടക്കം പ്രവർത്തനം പൂർണ്ണതോതിലേക്ക് എത്തുകയുള്ളൂ. ശരി ശരി, സാരംഗാട് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് ഗ്രൂപ്പ് 8 വളരെ പ്രധാനപ്പെട്ട നാളെയാണ്. അത് കണക്കിലെ കളികൾ മാത്രമാണ് ഇന്ത്യയെ രക്ഷിക്കാനുള്ളത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങളുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഓണം അല്ലെങ്കിൽ ഉത്സവം പോലെയുള്ള ഒരു വിശേഷ അവസരം വരുമ്പോൾ പഴയകാല ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. വിശാലമായ മുറ്റമുള്ള കുടുംബ വീടുകളിലേക്ക് നാനാഭാഗത്തു നിന്നും ബന്ധുക്കൾ വന്നെത്തുന്ന ചിരിയും കളിയും നിറഞ്ഞ ആ പഴയ കാലം ഇന്നൊരു നോവായി പലരുടെയും മനസ്സിലുണ്ട്. അപ്പൂപ്പനും അമ്മുമ്മയും മുതൽ പേരക്കുട്ടികൾ വരെയുള്ള ഒന്നിലധികം തലമുറകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും കഥകൾ പറയുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന കാഴ്ച അതീവ ഹൃദ്യമായിരുന്നു. അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും അവരുടേതായ ലോകവും സന്തോഷങ്ങളും ഉണ്ടായിരുന്നു. സമയത്തിന് യാതൊരു പഞ്ഞവുമില്ലാതിരുന്ന ആ കാലത്ത് സ്നേഹത്തിനും പരസ്പരമുള്ള കരുതലിനും മാത്രമായിരുന്നു മുൻഗണന. എന്നാൽ കാലം മുന്നോട്ട് കുതിച്ചപ്പോൾ കോൺക്രീറ്റ് കൂടാരങ്ങൾക്കിടയിലെ വില്ലകളിലേക്ക് മനുഷ്യൻ ചുരുങ്ങി. 2020 ലോകകപ്പിൽ സിംബാബ്വെക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് നേടിയ 107 റൺസിന്റെ വിജയം ഇന്ത്യയുടെ സെമി ഫൈനൽ സാധ്യതകളെ ബാധിക്കുമോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്രിക്കറ്റ് പ്രേമികൾ മുന്നോട്ട് വെക്കുന്നത്. ബാധിക്കുമെന്ന് തന്നെയാണ് ഉത്തരം. സൂപ്പർ 8 റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയ ഇന്ത്യക്ക് ഗ്രൂപ്പിൽ ഇനിയുള്ള മത്സരങ്ങൾ എല്ലാ മത്സരങ്ങളും ജയിക്കണം. അത് മാത്രമല്ല അതിൻ്റെ നെറ്റ് റൺ റേറ്റ് പോലും നിർണായകമായ ഒന്നാണ്. 2 കളികളിൽ ജയിച്ചാൽ ഇന്ത്യക്ക് സമ്മർദ്ദങ്ങളില്ലാതെ സെമിഫൈനൽ കളിക്കാം. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് പോരാട്ടം അത് നടക്കുന്നത് ഇതേ ദിവസം തന്നെയാണ്, നാളെ തന്നെയാണ്. അതും ഇന്ത്യയുടെ സെമിഫൈനൽ സാധ്യതകൾ ഈ മത്സരത്തെയും ആശ്രയിച്ചിരിക്കും എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചാൽ ഇന്ത്യയുടെ സെമിയിലേക്കുള്ള വഴി എളുപ്പമാകും. അതേസമയം തിരിച്ചാണെങ്കിൽ ഇന്ത്യ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഇന്ത്യ അടുത്ത 2 മത്സരങ്ങളും ജയിച്ചാൽ ഇനിയുള്ള സിംബാബ്വെ വെസ്റ്റ് ഇൻഡീസ് ടീമുകൾക്കെതിരെയുള്ള കളി ജയിച്ചാൽ ആതിഥേയർക്ക് 3 കളികളിൽ നിന്ന് 4 പോയിന്റ് ആകുന്ന പശ്ചാത്തലമാകും. ഇന്ത്യയെ തോൽപ്പിച്ച ദക്ഷിണാഫ്രിക്ക ശേഷിക്കുന്ന 2 കളികളും ജയിച്ചാൽ ഇന്ത്യക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും സെമി ഉറപ്പിക്കാം. എന്നാൽ വിൻഡീസിനോട് ദക്ഷിണാഫ്രിക്ക തോറ്റാലോ വെസ്റ്റ് ഇൻഡീസിനും ദക്ഷിണാഫ്രിക്കയ്ക്കും ഇന്ത്യക്കും 4 പോയിന്റ് ആകും. അപ്പോൾ നെറ്റ് റൺ റേറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത്. അങ്ങനെ നെഞ്ചിരിപ്പിൻ്റെ നിമിഷങ്ങളാണ് ഇനി. ഏതായാലും നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വിശകലനങ്ങളിലേക്ക് ഒന്ന് പോകാം. ഹരി ന്യൂസ് ഡെസ്കിൽ നിന്നും സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവെക്കും. ഹരി, ഇതൊക്കെയാണ് കണക്കിലെ കളികൾ. ഇന്ത്യ നന്നായി കളിച്ചാൽ മാത്രം പോരാ, നന്നായി പ്രാർത്ഥിക്കുകയും ഭാഗ്യത്തെ ആശ്രയിക്കുകയും വേണം. അല്ല, തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. അത് തന്നെയാണ് സംഭവങ്ങൾ. അതായത് ഇന്ത്യ ജയിച്ചാൽ മാത്രം പോരാ, ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സരം അതായിരിക്കും ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത്. അത് നടക്കുന്നത് നാളെ വൈകുന്നേരം 3 മണിക്കാണ്. രാത്രി 7 മണിക്കാണ് MA ചിദംബരം സ്റ്റേഡിയത്തിൽ ചെന്നൈയിൽ വെച്ചിട്ട് ഇന്ത്യയും സിംബാബ്വേയും തമ്മിലുള്ള മത്സരം. അപ്പോൾ ഇന്ത്യ സിംബാബ്വെ മത്സരത്തിന് മുൻപ് നമുക്ക് ആദ്യം സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സരത്തെക്കുറിച്ച് നോക്കാം. ആ മത്സരത്തിൽ ഒറ്റ കാര്യം, ഇന്ത്യൻ ആരാധകരെല്ലാവരും ആ മത്സരം കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും സൗത്ത് ആഫ്രിക്കൻ ആരാധകരായി മാറണം. കാരണം സൗത്ത് ആഫ്രിക്ക ജയിച്ചേ മതിയാവുകയുള്ളൂ. ജയിച്ച് വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തുക, നല്ല മാർജിനിൽ ജയിച്ചാൽ അത്രയും സന്തോഷം. കാരണം അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസിന് ഇപ്പോൾ നിൽക്കുന്ന പടുകൂറ്റൻ +5 എന്ന റൺ റേറ്റ് നല്ലോണം കുറയാൻ സാധിക്കും എന്ന് വേണം തന്നെ പറയാം. ഒരുപക്ഷെ സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ ഇന്ത്യയെ തോൽപ്പിച്ച
ആ 76 റണ്ണ് മാർജിൻ പോലെ വെസ്റ്റ് ഇൻഡീസിന് ഒരു 76 80 റൺസിന് മാർജിനിൽ പരാജയപ്പെടുത്തിയാൽ വെസ്റ്റ് ഇൻഡീസിന്റെ റൺ റേറ്റ് നല്ലോണം കുറയും, സൗത്ത് ആഫ്രിക്കയ്ക്ക് റൺ റേറ്റ് സ്വാഭാവികമായിട്ട് കൂടും. എന്നാൽ പോലും രണ്ടാം സ്ഥാനം തന്നെയായിരിക്കും ഇന്ത്യ ഈ ഗ്രൂപ്പിൽ നോക്കുന്നത്. ഒന്നാം സ്ഥാനം ആര് വേണമെങ്കിലും എടുത്തോട്ടെ, സൗത്ത് ആഫ്രിക്ക എടുത്താൽ അത്രയും നല്ലത്. ഇനി നേരെ മറിച്ച് ഇന്ത്യയും സിംബാബ്വേയും തമ്മിലുള്ള മത്സരത്തിൽ നോക്കിയാലോ, ഒരുപക്ഷെ ഇന്ത്യക്ക് ഒരു 100 റൺസിനെങ്കിലും ജയിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഈ -3 എന്ന നെറ്റ് റൺ റേറ്റ് പോസിറ്റീവിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. പോസിറ്റീവ് 0 something എങ്കിലും മാറ്റാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോൾ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് 220 എടുക്കുകയാണെങ്കിൽ സിംബാബ്വെ 120 തളയ്ക്കണം. അങ്ങനെ ഒരു 100 റൺസിനെങ്കിലും ജയിക്കണം. ഇനി അഥവാ സിംബാബ്വെ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ കണക്കുകൾ ഇങ്ങനെയാണ്: 150 റൺസിന് സിംബാബ്വെ ഇന്ത്യ ഒതുക്കാൻ സാധിച്ചാൽ, അതായത് 150 റൺസിന് ആദ്യം ബാറ്റ് ചെയ്ത് സിംബാബ്വെ ഒതുക്കാൻ സാധിച്ചാൽ ഇന്ത്യ അത് 11.3 ഓവറിൽ തീർത്ത് വിടണം. അതായത് 11.3 ഓവറിൽ ആ 151 ഇന്ത്യ ചേസ് ഡൗൺ ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ കണക്ക്. ഇനി സിംബാബ്വെ 180 റൺസാണ് എടുക്കുന്നതെന്ന് ചിന്തിക്കുക. ഇന്ത്യ അത് 12.4 ഓവറിൽ ബീറ്റ് ചെയ്യണം. സിംബാബ്വേന് 200 അടിക്കുകയാണെങ്കിൽ ഇന്ത്യ അത് 13 ഓവറിനുള്ളിൽ ചേസ് ഡൗൺ ചെയ്യണം. അപ്പോൾ ഇതൊരു ഭീകരമായ ടാർഗറ്റാണ്. 13 ഓവറിനുള്ളിൽ 200 റൺസ് ചേസ് ചെയ്യുക പറഞ്ഞാൽ ഇതൊരു അങ്ങനെ അമ്മാതിരി കളി ഇന്ത്യ കളിക്കണം. എന്നാൽ മാത്രമേ വലിയൊരു സാധ്യതയുള്ളൂ. പക്ഷേ അങ്ങനെയാണ് അവസ്ഥ. കാരണം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അങ്ങനെ ഒരു വലിയ തോൽവി, ദയനീയ തോൽവിയാണ് ഇന്ത്യ വഴങ്ങിയത്. വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെ മത്സരമാവട്ടെ ഏകദേശം 107 റൺസിനോളം വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെ പരാജയപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ചിദംബരം സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോഴേക്കും സിംബാബ്വേയും ഇന്ത്യയും വലിയൊരു മൊമെന്റത്തിലല്ല വരുന്നത്. കാരണം രണ്ട് ടീമുകളും പരാജയപ്പെട്ടതിന് ശേഷമാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇരു ടീമുകളും ഒരു മത്സരം പോലും പരാജയപ്പെട്ടിട്ടില്ല എന്നതും ഓർക്കണം. സൂപ്പർ 8-ൽ ഇരു ടീമുകളും വലിയ പരാജയം വാങ്ങിയിരിക്കുകയും ചെയ്തു. അതിനിടയിൽ തന്നെ ഇന്ത്യൻ ടീമിന് ഒരു ആശങ്കയും കൂടിയുണ്ട്. റിങ്കു സിംഗിന് മത്സരം കളിക്കാൻ സാധ്യതയില്ല എന്നതാണ് കാണുന്നത്. കാരണം റിങ്കു സിംഗിന് ഫാമിലിപരമായ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിനുണ്ടായ ഒരു പെട്ടെന്നുണ്ടാകുന്ന അസുഖം അത് തന്നെയാണ് റിങ്കുവിനെ ടീമിൽ നിന്ന് മാറ്റി നിർത്താനുള്ള കാരണം. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പമാണ്. അപ്പോൾ നാളത്തെ മത്സരത്തിന് മുന്നോടിയായി അദ്ദേഹം ഫ്ലൈറ്റിൽ ചെന്നൈയിലേക്ക് തിരികെ എത്തുമോ എന്നത് കാത്തിരുന്ന് കാണണം. പക്ഷേ നിലവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം റിങ്കു സിംഗ് ടീമിൽ നാളെ ഉണ്ടാവില്ല. സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ റിങ്കു സിംഗ് ഉണ്ടാവില്ല എന്നത് തന്നെയാണ് നിലവിലത്തെ അപ്ഡേറ്റ്. അത് മാറാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അക്സർ പട്ടേൽ നേരെ തന്നെ തിരികെ വരാം. വാഷിംഗ്ടൺ സുന്ദറിനെ മാറ്റുമോ, ടീമിന് ഒരു അഴിച്ചുപണി ഉണ്ടാകുമോ എന്നൊരു സാധ്യതയും കൂടി നോക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ മത്സരത്തിന് ശേഷം ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂം അത്ര നല്ല രീതിയിലല്ല. അസിസ്റ്റന്റ് കോച്ച് ഉൾപ്പെടെ പറഞ്ഞത് ഡിസിഷൻസിൽ താളപ്പിഴവ് സംഭവിച്ചിട്ടുണ്ട്. പ്ലേയിങ് 11-ൽ ഉണ്ടായ ചില മാറ്റങ്ങൾ ടീമിന് ദോഷകരമായി മാറിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രസ്സിംഗ് റൂമിൽ നല്ല സിറ്റുവേഷൻ അല്ല. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ടീമിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും ഇവർ നോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ടോപ്പ് ഓർഡറിൽ തിളങ്ങാത്ത 3 പേർ, അതായത് അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, പിന്നെ ഒന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. ക്യാപ്റ്റനെ മാറ്റാൻ കഴിയില്ലെങ്കിൽ പോലും 2 ഇടംകൈയും പ്ലേയേഴ്സ് ടോപ്പിൽ നിൽക്കുകയാണ്. അഭിഷേകിനെയും തിലക്കിനെയും ഇനി ഇന്ത്യൻ ടീം താങ്ങുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. കാരണം ഇതുവരെ തിളങ്ങാൻ 2 പേർക്കും സാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ടോപ്പ് ഓർഡറിൽ ഒരു ഒഴിച്ചുപണി ഒരുപക്ഷെ സഞ്ജുവിൻ്റെ പേര് തന്നെയാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ഒരു ഇടംകൈയൻ ബാറ്റർ മാറി ഒരു വലംകൈയൻ ബാറ്റർ മാറുകയാണെങ്കിൽ ഒരുപക്ഷെ പവർ പ്ലേയിൽ ഒരു ഗുണമുണ്ടാകാം എന്നതാണ്. രവിശാസ്ത്രി തന്നെ പറയുന്നത് ടീമിന് ഒരു മികച്ച തുടക്കം കിട്ടണമെങ്കിൽ സഞ്ജു സാംസൺ ടീമിലേക്ക് തിരികെ വരണമെന്നാണ്. അപ്പോൾ ക്രിക്കറ്റ് എക്സ്പേർട്സ്, മുൻ ക്രിക്കറ്റ് താരങ്ങൾ എല്ലാവരും സഞ്ജുവിനെ ബാക്ക് ചെയ്യുമ്പോൾ പോലും അത് കേൾക്കുന്നുണ്ടോ ഗൗതം ഗംഭീർ, സൂര്യകുമാർ യാദവ് എന്നിവർ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ കളിയിലേക്ക് വരികയാണെങ്കിൽ ജയിച്ചാൽ മാത്രം പോരാ. രഞ്ജിത്ത് പറഞ്ഞ പോലെ പ്രാർത്ഥനയും കൂടെ വേണം. ആദ്യത്തെ പ്രാർത്ഥന നാളെ വൈകുന്നേരം 3 മണിക്കുള്ള മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ്. ഇനി അഥവാ വെസ്റ്റ് ഇൻഡീസ് ആ മത്സരം ജയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് പോവാം. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെയും 3 ടീമുകൾ തമ്മിൽ 2 പോയിന്റ് വെച്ച് വരികയാണെങ്കിൽ ഇന്ത്യക്ക് ഇത്രയും വലിയൊരു നെറ്റ് റൺ റേറ്റ്, അപ്പോൾ സ്വാഭാവികമായിട്ട് നെറ്റ് റൺ റേറ്റ് ആയിരിക്കും കണക്കിലെടുക്കുക. അപ്പോൾ ആ നെറ്റ് റൺ റേറ്റ് മാറ്റുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട പരിപാടിയല്ല. ഇനി വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക ചെറിയ മാർജിനിൽ ജയിച്ചാൽ പോലും അതും ഇന്ത്യക്ക് വലിയ ആശ്വാസമാവില്ല. ജയിക്കണമെങ്കിൽ ഒരു വലിയ മാർജിനിൽ ജയിക്കണം എന്നതും കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കണക്കുകളും കാൽക്കുലേറ്ററുകളും എല്ലാം എടുത്തു വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ആരാധകർ നിൽക്കുന്നത്. അപ്പോൾ ആ കാൽക്കുലേറ്ററുകൾ നാളെ ഫലിക്കുമോ എന്നത് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സരമാകുമ്പോൾ ഏകദേശം ഒരു ധാരണയാവും. അതനുസരിച്ച് ഇന്ത്യ സിംബാബ്വേക്ക് വേണ്ടി ഇറങ്ങുമ്പോഴും കാത്തിരുന്ന് കാണേണ്ടത്. തീർച്ചയായും അത്തരത്തിൽ ഇന്ത്യൻ ആരാധകർ പ്രാർത്ഥനയിലാണ്. ഇന്ത്യയുടെ കളി മികവ് മാത്രമല്ല കണക്കിലെ കളികളും വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് നേരത്തെ ഹരി പറഞ്ഞതുപോലെ റിങ്കു സിംഗ് ഇന്ത്യൻ ക്യാമ്പ് വിട്ട് നാട്ടിലേക്ക് മടങ്ങിയതായുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. പിതാവിന് അസുഖം ഗുരുതരമായതിനെ തുടർന്നാണ് താരം മടങ്ങിയത്. റിങ്കുവിൻ്റെ പിതാവ് നിലവിൽ വെന്റിലേറ്ററിലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. സിംബാബ്വേക്കെതിരായ നിർണായക ലോകകപ്പ് മത്സരത്തിൽ റിങ്കു കളിച്ചേക്കില്ല. തിങ്കളാഴ്ച
ഇന്ത്യൻ ടീമിനൊപ്പം ചെന്നൈയിലേക്ക് തിരിച്ചിരുന്ന റിങ്കു സിംബാബ്വെക്കെതിരായ ലോകകപ്പ് മത്സരത്തിൽ തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ പിതാവിൻ്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് പരിശീലനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും പിന്നീട് നാട്ടിലേക്ക് മടങ്ങുകയും മറ്റും ചെയ്തത്. സഞ്ജുവിന് നറുക്ക് വീഴുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഇതുവരെ സഞ്ജുവിന് കാര്യമായ അവസരങ്ങൾ ലഭിക്കാത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. സഞ്ജു ഒരു പക്ഷേ കളിക്കാനുള്ള സാധ്യതയും നാളെ അതിന് പലവിധ സാഹചര്യങ്ങൾ ഉണ്ട് ഇന്ത്യൻ ടീമിൽ എന്നുള്ളതാണ്. അതുകൂടി ചേർത്ത് വെക്കുമ്പോൾ സഞ്ജു ഒരു പക്ഷേ കളിച്ചേക്കാം എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും 9 മണി വാർത്ത പൂർണ്ണമാകാനുള്ള സമയമായി. ഇനി ന്യൂസ് ട്രെൻഡ്സ് KP അഭിലാഷ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.